രാത്രികാലം ഞങ്ങൾ ഒരുമിച്ച് ശാസിച്ച് ജയമെടുക്കുകയാണ് യേശുവിന്റെ നാമത്തിൽ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ഞങ്ങളുടെ കർത്താവേ, ഈ നല്ല രാത്രികാലത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്ന കർത്താവേ. ഈ ദേശത്ത് കർത്താവേ, ഇത്രത്തോളം ഞങ്ങളെ നടത്തി, ഇത്രത്തോളം ഞങ്ങളെ കൊണ്ടുവന്നു, ഇത്രത്തോളം ഞങ്ങളെ പരിപാലിച്ചു. അവിടുത്തെ വൻകൃപയ്ക്കായിട്ട് സ്തോത്രം കർത്താവേ. നാഥൻ നടത്തിയ എല്ലാ വിധങ്ങൾക്കുമായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്ന കർത്താവേ. അപ്പാ, ഒരു യോഗ്യതയുമില്ലാതിരുന്ന അവസ്ഥയിൽ നിന്ന് കർത്താവേ, ഇത്രത്തോളം അവിടുന്ന് കൊണ്ടുവന്ന വൻകൃപയ്ക്കായിട്ട് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. സഭയായ അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ഈ രാത്രികാലത്തെ കൂടി വരവ് ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കണമേ. പിതാവ്, പുത്രനും പരിശുദ്ധാത്മാവ് ത്രിയേക ദൈവവുമായുള്ള ആ വലിയ സംഗമമായി ഈ രാത്രികാലം മാറുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവമേ അവിടുന്ന് ഇടയാക്കണമേ. കടന്നുവരുവാൻ ആഗ്രഹിച്ചു വഴിയാത്രയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും എത്രയും വേഗം അവിടുന്ന് കൂട്ടി വരുത്തിയാണ്ട് തടസ്സങ്ങളെല്ലാം മാറി ഇതിന് ജനം ഒരുമിച്ച് കടന്നു വന്ന് ഉത്സാഹത്തോടെ കർത്താവിനെ സ്തുതിപ്പാന്, ആരാധിപ്പാൻ, വിടുതലേറ്റെടുപ്പാന് സ്വർഗം അവിടുന്ന് സഹായിക്കുമാറാകണമേ. പാടുവാനും ആരാധിപ്പാനോ നിന്റെ ജനത്തെ അവിടുന്ന് ശക്തീകരിക്കുമാറാകണമേ. ആത്മാവുള്ള കർത്താവേ, ആരാധന ഈ രാത്രികാലം, പരിശുദ്ധാത്മാവുള്ള ആരാധന ഈ രാത്രികാലം വെളിപ്പെടുവാൻ തക്കവണ്ണം സ്വർഗം ഇടയാക്കണമേ. വിടുതലില്ലാത്ത വിഷയങ്ങൾക്ക് ഈ രാത്രികാലം വിടുതലായി തീരട്ടെ കർത്താവേ. മറുപടിയില്ലാത്ത വിഷയങ്ങൾക്ക് ഈ രാത്രികാലം അവിടുന്ന് മറുപടി തന്ന് ഞങ്ങളെ മാനിക്കുന്നതിനായി ഹൃദയത്തോട് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഒരു ഉയർപ്പില്ലെന്ന് വാദിക്കുന്ന എല്ലാ പൈശാചിക ശക്തികളെ, അതിന്റെ പോരുകളെയും ഞങ്ങൾ ഒരുമിച്ച് ശാസിച്ചതിന്മേൽ ജയമെടുക്കുകയാണ്. കല്ലറയെ തുറന്നവൻ, വൈരിയെ തകർത്തവനായ യേശു രാത്രികാലം ഞങ്ങളുടെ മധ്യ ഉള്ളതിനാൽ ഞങ്ങൾ സ്തോത്രം. ഈ രാത്രികാല ശുശ്രൂഷകളെല്ലാം അനുഗ്രഹമാക്കി തീർക്കണമേ. ഭക്ഷിച്ചാരാധിച്ച് ബലപ്പെട്ട് വിടുതലോടെ മടങ്ങി പോകുവാൻ ഈ രാത്രികാലം ഞങ്ങളെല്ലാവരെയും ശക്തീകരിക്കണം. അവിടുത്തെ നാമം മഹത്വമെടുക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. Hallelujah. സമയം വൃഥാവാക്കാതെ യേശു വിളിച്ചിരുന്നു. ഒരു നല്ല സമയം വൃഥാവാക്കാതെ യേശു വിളിച്ചിരുന്നു. വാഴിൻ വാളെല്ലാം വാളത്തോടെ നീ കഴിയുകയോ. വാഴിൻ വാളെല്ലാം വാളത്തോടെ നീ കഴിയുകയോ. വന്നുടൻ പാദം നിന്റെ ചേർത്തിടുമേ. വന്നുടൻ പാദം നിന്റെ ചേർത്തിടുമേ. വരുവിൻ നീ നല്ല സമയം വൃഥാവാക്കാതെ യേശു വിളിച്ചിടുന്നു. വരുവീൻ നല്ല സമയം വൃഥാവാക്കാതെ യേശു വിളിച്ചിടുന്നു. കെട്ടിയ വീടും നീലം പോരുളോ കണ്ടിടുമുടയവരോ. കെട്ടിയ വീടും നീലം പോരുളോ കണ്ടിടുമുടയവരും. ഉടുവിട്ടൂതിൽ ജീവൻ പോയാ കൂടെ വരാതെ വേർന്നിടുമേ. ജീവൻ പോയാ കൂടെ വരാതെ വേർന്നിടുമേ. വരുവീൻ നല്ല സമയം വൃഥാവാക്കാതെ
യേശു വിളിച്ചിടുന്നു. വരുവീനി നല്ല സമയം വൃഥാവാക്കാതെ യേശു വിളിച്ചിടുന്നു. ഉലകമായ അഴകു സമം അതു നമ്മളെ മയക്കും നിന്നെ. ഉലകമായ അഴകു സമം അതു നമ്മളെ മയക്കും നിന്നെ. മരണമൊരു നാൾ വന്നിടുമേ മറക്കാതെ രക്ഷകനെ. മരണമൊരു നാൾ വന്നിടുമേ മറക്കാതെ രക്ഷകനെ. വരുവീനി നല്ല സമയം വൃഥാവാക്കാതെ യേശു വിളിച്ചിടുന്നു. വരുവീനി നല്ല സമയം വൃഥാവാക്കാതെ യേശു വിളിച്ചിടുന്നു. വാനത്തിൽ കീഴേ ഭൂമി മീതെ വാനവനേശു നാമമന്യേ. വാനത്തിൽ കീഴേ ഭൂമി മീതെ വാനവനേശു നാമമന്യേ. രക്ഷിപ്പാൻ മാർഗം വേറെയില്ല രക്ഷകനേശു താൻ വഴിയേ. രക്ഷിപ്പാൻ മാർഗം വേറെയില്ല രക്ഷകനേശു താൻ വഴിയേ. ഈ നല്ല സമയം വൃഥാവാക്കാതെ യേശു വിളിച്ചിടുന്നു. വരുവീനി നല്ല സമയം വൃഥാവാക്കാതെ യേശു വിളിച്ചിടുന്നു. തീരാത്ത പാപം വ്യാധിയോ മാറാത്ത എല്ലാ ബലഹീനവും. തീരാത്ത പാപം വ്യാധിയോ മാറാത്ത എല്ലാ ബലഹീനവും. ചുവന്നു നിന്നെ സൗഖ്യമാക്കി അടിപ്പിടരാ. ചുവന്നു നിന്നെ സൗഖ്യമാക്കി അടിപ്പിടരാ. ഈ നല്ല സമയം വൃഥാവാക്കാതെ യേശു വിളിച്ചിടുന്നു. വരുവീനി നല്ല സമയം വൃഥാവാക്കാതെ യേശു വിളിച്ചിടുന്നു. സത്യവചനം കേട്ടു നീവാ നിത്യജീവൻ നിനക്കേകിടുമേ. സത്യവചനം കേട്ടു നീവാ നിത്യജീവൻ നിനക്കേകിടുമേ. നിൻ പേരും ജീവ പുസ്തകത്തിൽ ഉണ്മയായും എഴുതിടുമേ. നിൻ പേരും ജീവ പുസ്തകത്തിൽ ഉണ്മയായും എഴുതിടുമേ. വരുവീനി നല്ല സമയം വൃഥാവാക്കാതെ യേശു വിളിച്ചിടുന്നു. വരുവീനി നല്ല സമയം വൃഥാവാക്കാതെ യേശു വിളിച്ചിടുന്നു. വാഴ്വിൻ നാളല്ല വീഴ്നാളാ ഭാരത്തോടെ നീ കഴിക്കുകയോ. വാഴ്വിൻ നാളല്ല വീഴ്നാളാ ഭാരത്തോടെ നീ കഴിക്കുകയോ. വന്നുടൻ പാദം ചേർന്നിടുമേ പിന്നാതിൽ നിന്നെ ചേർത്തിടുമേ. വന്നുടൻ പാദം ചേർന്നിടുമേ പിന്നാതിൽ നിന്നെ ചേർത്തിടുമേ. വരുവീനി നല്ല സമയം വൃഥാവാക്കാതെ യേശു വിളിച്ചിടുന്നു. വരുവീനി നല്ല സമയം വൃഥാവാക്കാതെ യേശു വിളിച്ചിടുന്നു. കെട്ടിയ വീടും നിലപ്പൊരുളും കണ്ടിടുമുറ്റോരുടയവരും. കെട്ടിയ വീടും നിലപ്പൊരുളും കണ്ടിടുമുറ്റോരുടയവരും. കൂടുവിട്ടു നിൻ ജീവൻ പോയാ കൂടെ വരാതെ വേർപെടുമേ. കൂടുവിട്ടു നിൻ ജീവൻ പോയാ കൂടെ വരാതെ വേർപെടുമേ. വരുവീനി
നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവീൻ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. ഉലകമായ അഴകു സമോ അതു നമ്മാതെ മയക്കും നിന്നെ. ഉലകമായ അഴകു സമം അതു നമ്മാതെ മയക്കും നിന്നെ. മരണമൊരു നാൾ വന്നിടുവേ മറക്കാതെ നിന്റെ രക്ഷകനെ. മരണമൊരു നാൾ വന്നിടുവേ മറക്കാതെ നിന്റെ രക്ഷകനെ. വരുവീൻ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവീൻ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. വാനത്തിൽ കീഴേ ഭൂമി മീതേ വാനവരേശു നാമമന്യേ. വാനത്തിൽ കീഴേ ഭൂമി മീതേ വാനവരേശു നാമമന്യേ. രക്ഷിപ്പാൻ മാർഗം വേറെയില്ല രക്ഷകനേശു താൻ വഴിയേ. രക്ഷിപ്പാൻ മാർഗം വേറെയില്ല രക്ഷകനേശു താൻ വഴിയേ. വരുവീൻ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവീൻ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. തീരാത്ത പാപം വ്യാധിയും മാറാത്ത എല്ലാ ബലഹീനവും. തീരാത്ത പാപം വ്യാധിയും മാറാത്ത എല്ലാ ബലഹീനവും. കുരിശിൽ ചുമന്നു നിന്നെ സൗഖ്യമാക്കി പഠിപ്പിണരാ. കുരിശിൽ ചുമന്നു നിന്നെ സൗഖ്യമാക്കി നടിപ്പിണരാ. വരുവീൻ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവീൻ നല്ല സമയം നിത്യജീവൻ നിനക്കേകിടുമേ. സത്യവചനം കേട്ടു നീ വാ. നിത്യജീവൻ നിനക്കേകിടുമേ. നിൻ പേരും ജീവ പുസ്തകത്തിൽ ഉണ്മയായിട്ടും എഴുതിടുമേ. നിൻ പേരും ജീവ പുസ്തകത്തിൽ ഉണ്മയായിട്ടും എഴുതിടുമേ. വരുവീൻ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവീൻ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവീൻ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവീൻ നല്ല സമയം Hallelujah.
Hallelujah, 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 hallelujah. Rudamana Rigaraja Shaidamana Rigaraja Rigalave Sharamana Judamana Rigaraja Budamana Rigaraja Shaidamana Rigaraja Budamana Hindiri Sandaraja Budamana Duramana Judamana Judamana Balama Shaidaraja Ganaragasya Ganaragadana Rigaraja Gadera Shandana Rigaragasya Ganaragadana Regal Prodamari Ganaragashandare Riganaragada Riganaragada Judamana Rigamana Duramana Judamana Rigamana Durabasana Shandari Ganaragada Rigana Shaidamari Ganaragada Rigana Yesu Christus Namad Yesu Christus Namad Hallelujah 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 Amen. Hallelujah. Amen. Hallelujah. Devasanitham. Hallelujah. Vyavarikinaraയ സ്തോത്രം ചെയ്യുന്നു. Hallelujah. 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 Praise God. Hallelujah. Amen. Hallelujah. Hallelujah. സ്തോത്രത്തോടെ Hallelujah. Hallelujah. Praise the Lord. Hallelujah. എന്നുള്ളമേ സ്തുതിക്കാമെന്ന് കാരണം ഒരുമിച്ച് ചേർന്ന് പാടിക്കത്തമേ സ്തുതിക്കാം. Hallelujah. Praise സുരലോക സുഖം വെടിഞ്ഞു എന്നെ തേടി വന്ന ഇടയൻ സുരലോക സുഖം വെടിഞ്ഞു എന്നെ തേടി വന്ന ഇടയൻ തന്റെ ദേഹമെന്ന തിരശീല ചിന്തി മോക്ഷമാർഗം തുറന്നു തന്റെ ദേഹമെന്ന തിരശീല ചിന്തി മോക്ഷമാർഗം തുറന്നു എന്നുള്ളവേ സ്തുതിക്കാതി പരനേ തൻ മകൾക്കായി സ്തുതിക്കാം സ്തുതിക്കാം എന്നാന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടി പുകഴ്ത്താം എന്നാന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടി പുകഴ്ത്താം പാപരോഗത്താൽ നീ വലഞ്ഞു തെല്ലുമാശയില്ലാതലഞ്ഞു പാപരോഗത്താൽ നീ വലഞ്ഞു തെല്ലുമാശയില്ലാതലഞ്ഞു ഭാരം കേണിടുമ്പോൾ തിരുമേനി അതിൽ നിന്റെ വ്യാധിയെല്ലാം വഹിച്ചു ഭാരം കേണിടുമ്പോൾ തിരുമേനി അതിൽ നിന്റെ വ്യാധിയെല്ലാം വഹിച്ചു എന്നുള്ളവേ സ്തുതിക്കാതെ പരനേ തൻ മകൾക്കായി സ്തുതിക്കാം സ്തുതിക്കാം എന്നാന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടി പുകഴ്ത്താം എന്നാന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടി പുകഴ്ത്താം പല ശോധ
ഭാരങ്ങൾ പെരുകിടുമ്പോ പല ശോധനകൾ വരുമ്പോ ഭാരങ്ങൾ പെരുകിടുമ്പോ എന്നെ കാത്തു സൂക്ഷിച്ചൊരു കാന്തനല്ലോ നിന്റെ ഭാരമെല്ലാം ചുമന്നു. നിന്നെ കാത്തു സൂക്ഷിച്ചൊരു കാന്തനല്ലോ നിന്റെ ഭാരമെല്ലാം ചുമന്നു. സ്തുതിക്കാതെ പരനെ മകൾക്കായി സ്തുതിക്കാം സ്തുതിക്കാം ഏകാന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടി പുകഴ്ത്താം. ഏകാന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടി പുകഴ്ത്താം. ആത്മാവിനാൽ നിറച്ചു ആനന്ദമുള്ളിൽ പകർന്നു. ആത്മാവിനാൽ നിറച്ചു ആനന്ദമുള്ളിൽ പകർന്നു. പ്രത്യാശ വർദ്ധിപ്പിച്ചു പാലിച്ചിടും തവ സ്നേഹമതിശയമേ. പ്രത്യാശ വർദ്ധിപ്പിച്ചു പാലിച്ചിടും തവ സ്നേഹമതിശയമേ. എന്നുള്ളവേ സ്തുതിക്കാതെ പരമേ മകൾക്കായി സ്തുതിക്കാം സ്തുതിക്കാം ഏകാന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടി പുകഴ്ത്താം. ഏകാന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടി പുകഴ്ത്താം. സുരലോക സുഖം വെടിഞ്ഞു തേടി വന്ന ഇടയേ. സുരലോക സുഖം വെടിഞ്ഞു എന്നെ തേടി വന്ന ഇടയേ. തന്റെ ദേഹമെന്ന തിരശീല ചിന്തിക്കവമോ ക്ഷമാർഗം തുറന്നു. തന്റെ ദേഹമെന്ന തിരശീല ചിന്തിക്കവമോ ക്ഷമാർഗം തുറന്നു. എന്നുള്ളവേ സ്തുതിക്കാതെ പരനെ തന്നാൻ മകൾക്കായി സ്തുതിക്കാം. ഏകാന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടി പുകഴ്ത്താം. ചേർന്നാന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടി പുകഴ്ത്താം. പാപരോഗത്താതി വലഞ്ഞു കൊല്ലുമാശയില്ല വളഞ്ഞു. പാപരോഗത്താതി വലഞ്ഞു കൊല്ലുമാശയില്ല വളഞ്ഞു. കേടിടുമ്പോൾ തിരുമേനി അതിൽ നിന്റെ വ്യാധിയെല്ലാം വഹിച്ചു. മരം കേടിടുമ്പോൾ തിരുമേനി സകല വ്യാധികളെ വഹിച്ചു നമുക്ക് വേണ്ടി മരിച്ച യേശുവിനെ ധ്യാനിച്ചുകൊണ്ട് മകൾക്കായി സ്തുതിക്കാം സ്തുതിക്കാം. നന്ദിയോടെ പാടി പുകഴ്ത്താം. ഏകാന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടി പുകഴ്ത്താം. പല ശോധനകൾ വരുമ്പോ ഭാരങ്ങൾ പെരുകിടുമ്പോ പല ശോധനകൾ വരുമ്പോ ഭാരങ്ങൾ പെരുകിടുമ്പോ എന്നെ കാത്തു സൂക്ഷിച്ചൊരു കാന്തനല്ലോ നിന്റെ ഭാരമെല്ലാം ചുമന്നു. എന്നെ കാത്തു സൂക്ഷിച്ചൊരു കാന്തനല്ലോ ഭാരമെല്ലാം ചുമന്നു. എന്നുള്ളവേ സ്തുതിക്കാതെ പരനെ ഏകാന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടി പുകഴ്ത്താം. ഏകാന്തരംഗമേ നന്ദിയോടെ പാടി പുകഴ്ത്താം. ആത്മാവിനാലെ നിറച്ചു ആനന്ദമുള്ളിൽ പകർന്നു. ആത്മാവിനാലെ നിറച്ചു ആനന്ദമുള്ളിൽ പകർന്നു. പ്രത്യാശ വർദ്ധിപ്പിച്ചു പാലിച്ച് സ്നേഹമതിശയമേ. പ്രത്യാശ വർദ്ധിപ്പിച്ചു പാലിച്ചിടും സ്നേഹമതിശയമേ. എന്നുള്ളവേ സ്തുതിക്കാതെ പരനെ
വാഗ്ദത്തങ്ങൾ സ്തുതിക്കാം അന്തരംഗമേ അനുഗ്രഹിക്കാം കത്തികോടി പാടി പുകഴ്ത്താം അന്തരംഗമേ അനുഗ്രഹിക്കാം കത്തികോടി പാടി രോഗങ്ങൾ സൗഖ്യമായിട്ട് പരിശുദ്ധാത്മാവിന്റെ വ്യക്തമായ സാന്നിധ്യം പരിശുദ്ധാത്മാവിന്റെ സ്പർശനം ഹല്ലേലൂയ ഹല്ലേലൂയ ഓ വിദമാന ജുദാമാന റിദമാന ജുദാമാന റിദമാന ജുദാമാന ജുദാമാന റിദമാന ജുദാമാന റിദമാന റിദമാന ജുദാമാന റിദമാന ജുദാമാന റിദമാന സത്യവേദ ശൈനാരാജ ജുദാമാന റിദമാന ബുഡാമാന ശദരവേദ Glory, Master. Praise the Lord.
നൽകി മാനിക്കുന്നു. ആഴമാർന്ന സ്നേഹമേ യേശു നൽകി നടത്തിയിടുന്നു. അളവില്ലാദാനത്തെ നാഥൻ നൽകി മാനിക്കുന്നു. വർണ്ണിച്ചിടാൻ വാക്കുപോരായേ, വർണ്ണിച്ചിടാൻ നാവുപോരായേ, വർണ്ണിച്ചിടാൻ വാക്കുപോരായേ, വർണ്ണിച്ചിടാൻ നാവുപോരായേ, വർണ്ണിച്ചിടാൻ വാക്കുപോരായേ, വർണ്ണിച്ചിടാൻ നാവുപോരായേ. ആഴമാർന്ന സ്നേഹമേ യേശു നൽകി നടത്തിയിടുന്നു. അളവില്ലാദാനത്തെ നാഥൻ നൽകി മാനിക്കുന്നു. ആഴമാർന്ന സ്നേഹമേ യേശു നൽകി നടത്തിയിടുന്നു. അളവില്ലാദാനത്തെ നാഥൻ നൽകി മാനിക്കുന്നു. വർണ്ണിച്ചിടാൻ വാക്കുപോരായേ, വർണ്ണിച്ചിടാൻ നാവുപോരായേ, വർണ്ണിച്ചിടാൻ വാക്കുപോരായേ, വർണ്ണിച്ചിടാൻ നാവുപോരായേ, വർണ്ണിച്ചിടാൻ വാക്കുപോരായേ, വർണ്ണിച്ചിടാൻ നാവുപോരായേ, വർണ്ണിച്ചിടാൻ വാക്കുപോരായേ, വർണ്ണിച്ചിടാൻ നാവുപോരായേ, വർണ്ണിച്ചിടാൻ പോരായേ, വർണ്ണിച്ചിടാൻ നാവുപോരായേ. യേശു നൽകി നടത്തിയിടുന്നു. ആഴമാർന്ന സ്നേഹമേ യേശു നൽകി നടത്തിയിടുന്നു. അളവില്ലാദാനത്തെ നാഥൻ നൽകി മാനിക്കുന്നു. അളവില്ലാത്ത സ്നേഹത്തിനായി, അളവില്ലാത്ത സ്നേഹത്തിനായി ഞങ്ങളെ സ്തുതിക്കുന്ന കർത്താവേ, അവിടെ ഞങ്ങളെ സ്നേഹിക്കുന്നു ഓർക്കുമ്പോൾ വർണ്ണിക്കുവാൻ വാക്കുകൾ പോരാ കർത്താവേ. ഹല്ലേലൂയ.
അവിടുത്തെ നാമത്തെ ഉയർത്തുവാൻ ഞങ്ങളുടെ നാവുകൾ പോരെ കർത്താവേ. അവിടെ ചെയ്ത ഉപകാരങ്ങളെ ഓർക്കുമ്പോൾ, അവിടെ ഞങ്ങളെ നടത്തിയ വിധങ്ങളെ ഓർക്കുമ്പോൾ, ഞങ്ങൾക്ക് തന്ന വിടുതലുകളെ ഓർക്കുമ്പോൾ കർത്താവേ, സ്തുതിച്ചാലും തീരുകയില്ല കർത്താവേ. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഈ രാത്രി കാലം ഇവിടുത്തെ പാദപീഠത്തിലേക്ക് ഞങ്ങൾ അടുത്ത് വരുന്ന കർത്താവേ. നന്ദിയാചകടങ്ങൾ നിറയുള്ളകൾ നിറഞ്ഞ് കവിയട്ട് കർത്താവേ. കൽവരി കൊരവനത്തിൽ കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി അവസാനത്തുള്ളി രക്തവും ഊറ്റി തന്ന് ഞങ്ങളെ വിലയ്ക്ക് വാങ്ങിയവരെ നാഥാ, ജഗതിനെ സ്തുതിക്കുന്നു. ആയിരം നന്ദികൾ കർത്താവേ, ഞങ്ങൾ കരേറ്റത് കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. തുടരമരകതലമൗഢം തുടർന്നുള്ള Praise the Lord, hallelujah. ഈ അതിമനോഹരമായ നല്ല രാത്രിക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഹല്ലേലൂയ. കഴിഞ്ഞൊരാഴ്ചക്കാലം മുഴുവൻ ഞങ്ങളെ കൺമണി പോലെ കാത്തു പരിപാലിച്ച ദൈവമേ, വീണ്ടും കർത്താവേ ഒരു സഭാരാധനയായ ഞങ്ങൾക്ക് കൂടി വരുവാൻ. Amen. 1 to 8 verse. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവനെങ്കിലേക്ക് ചാഞ്ഞ് എന്റെ നിലവിളി കേട്ടു. അവൻ എൻ്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു. നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ. പലരും അത് കണ്ട് ഭയപ്പെട്ട് യഹോവയിൽ ആശ്രയിക്കും. എന്റെ ദൈവമായ യഹോവേ, നീ ചെയ്ത അത്ഭുത പ്രവൃത്തികളും ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിന്റെ വിചാരങ്ങളും വളരെയാകുന്നു. നിന്നോട് സദൃശ്യനാരുമില്ല. ഞാൻ അവയെ വിവരിച്ച് പ്രസ്താവിക്കുമായിരുന്നു, എന്നാൽ അവ എണ്ണിക്കൂടാതെ വണ്ണം അധികമാകുന്നു. അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു. പുസ്തകച്ചുരുൾ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. എന്റെ ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. നിന്റെ ന്യായപ്രമാണം എൻ്റെ ഉള്ളിലിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥനയോടെ ദൈവസന്നിധാനത്തിൽ താണിരിക്കാം. സ്തോത്രം. ആമേൻ. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു രാത്രികാലം കൂടെ കർത്താവ് ഈ ദേശത്ത് നമുക്ക് നൽകി തന്നതിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയയുടെ സങ്കീർത്തനമാണ് നാം ഇന്ന് രാത്രികാലം വായിച്ചു കേൾക്കുവാനിടയായത്. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവനെങ്കിലേക്ക് ചാഞ്ഞ് എൻ്റെ നിലവിളി കേട്ടു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. കർത്താവിന് വേണ്ടി കാത്തിരുന്ന്, സ്വർഗീയമായൊരു വിടുതലിന് വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ തൻ്റെ മക്കളുടെയും പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുത്ത് അവരെ മാനിക്കുന്നവരാണ് നമ്മുടെ ദൈവം. അവനെങ്കിലേക്ക് ചാഞ്ഞ് എൻ്റെ നിലവിളി കേട്ടു. ഒരു ഭക്തൻ ദൈവത്തെ വിളിക്കുമ്പോൾ, ദൈവസന്നിധിയിൽ കരയുമ്പോൾ, ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ, ഹല്ലേലൂയ, ആ ശബ്ദം കേട്ട് ഹല്ലേലൂയ തൻ്റെ ജനത്തിൻ്റെ സ്തുതികളിന്മേൽ അധിവസിക്കുന്നവനായി ദൈവം തൻ്റെ തല ചായ്ച്ച് കേട്ട് മറുപടി തരുന്ന ദൈവമാണ്. സ്തോത്രം. ഇന്ന് രാത്രികാലം ആ കർത്താവിൻ്റെ മുമ്പിൽ നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്നുള്ള ബോധത്തോടുകൂടെ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ ആയിരിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. കാത്തിരിക്കുക ഇച്ചിരി പ്രയാസമുള്ള കാര്യമാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹോസ്പിറ്റലിൽ പോയി മണിക്കൂറുകൾ കാത്തിരിക്കുന്നവരാണ് നമ്മളൊക്കെ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എത്ര പ്രയാസമായാലും ഡോക്ടറെ എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടിട്ട് പോകത്തൊന്നുള്ള തീരുമാനത്തോടുകൂടെ നമ്മൾ കാത്തിരിക്കും. ബസ് സ്റ്റാൻഡിൽ പോയി ബസ്സിന് വേണ്ടി നാം കാത്തിരിക്കും. ആമീൻ. എയർപോർട്ടിൽ പോയി ഫ്ലൈറ്റ് വരാൻ വേണ്ടി നാം കാത്തിരിക്കും. ഹല്ലേലൂയ. എന്നാൽ സ്തോത്രം, ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ കാത്തിരിപ്പാൻ
നമുക്ക് എത്ര പേർക്ക് കഴിയും? സ്തോത്രം. ദൈവത്തിൻ്റെ മക്കളെ, ആമേൻ, സ്തോത്രം. ലോകത്തിൽ മറ്റേത് കാര്യങ്ങൾക്ക് വേണ്ടി കാത്തിരുന്നാലും സ്തോത്രം, അതിൽ നിന്നെല്ലാം ആ കാത്തിരിപ്പിന് ശേഷം ലഭിക്കുന്നതിലൊക്കെയും ഉപരിയായി ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ കാത്തിരിക്കുന്ന ദൈവത്തിൻ്റെ പൈതലിന് ദൈവം കൊടുത്ത് അവനെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും. സ്തോത്രം. എത്ര പേർക്ക് താല്പര്യമുണ്ട്? എത്ര പേർക്ക് ആ ആഗ്രഹമുണ്ട്? സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മ മണ്ഡലങ്ങളിൽ ഇങ്ങനെ പറന്ന് നടക്കാൻ നല്ല സുഖമാണ്. പ്രൈസ് ദി ലോർഡ്. അത് അനുഭവിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾക്ക് അത് മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഒരുവൻ്റെ മേൽ വന്നു കഴിഞ്ഞാൽ, ഹല്ലേലൂയ, ഫിലിപ്പോസിനെ ഗസയുടെ നിർജ്ജന പ്രദേശത്തേക്ക് ആരാ എടുത്തുകൊണ്ട് പോയി? പരിശുദ്ധാത്മാവ് എടുത്തുകൊണ്ടുപോയി. ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ മക്കളെ നാം ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ കാത്തിരിക്കണം. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അതാണ്. സ്തോത്രം. നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾക്ക് വേണ്ടി നിശ്ചയമായും നാം കാത്തിരിക്കണം. സ്തോത്രം. അത് നമ്മുടെ കർത്താവ് നമുക്ക് നിവർത്തിച്ച് തരിക തന്നെ ചെയ്യും. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ഹന്ന ദൈവസന്നിധാനത്തിൽ കാത്തിരുന്നു. ആലയത്തിൽ കടന്നു വന്നിരുന്ന് ഹൃദയനുറുക്കത്തോടുകൂടെ പ്രാർത്ഥിച്ചു. സ്തോത്രം. അവിടെ ഞരക്കത്തിൻ്റെ ശബ്ദം കേട്ട് ഏലിയാ പുരോഹിതന് തോന്നി അവൾ മദ്യപിച്ചു വന്നിരിക്കുക, പിറുപിറുക്കുകയാണെന്ന്. എന്നാൽ ഏലിയാ പുരോഹിതന് മനസ്സിലാകത്തില്ല. ആമേൻ. ദൈവത്തിന് മനസ്സിലാകും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ അവിടെ ഞരക്കത്തെ മനസ്സിലാക്കുവാൻ കഴിയും. അവിടെ വിഷയം എന്തെന്ന് മനസ്സിലാക്കുവാൻ കഴിയും. സ്തോത്രം. അവൻ അവളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുത്തു. അവിടെ നിന്ന് മാറ്റിയതുപോലെ ഇന്ന് രാത്രികാലം ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ വിഷയം വെച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, അവൻ നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്നു. സ്തോത്രം. ഹല്ലേലൂയ. നിന്റെ നിന്ന് മാറ്റി ജാതികളുടെ ഇടയിൽ നിന്നെ ഉയർത്തുവാൻ തക്കവണ്ണം മതിയായവനായ ദൈവമാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. ഹല്ലേലൂയ. ശക്തി പുതുകി വരത്തക്കവണ്ണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. അവൻ തന്നെ നന്മ കൊണ്ട് നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. സ്തോത്രം. വ്യർത്ഥമായി ദൈവസന്നിധിയിൽ നിലവിളിച്ചു ഒരു പുരുഷാരം മുഴുവനും. ഹല്ലേലൂയ. യേശുവിൻ്റെ പുറകെ ഇങ്ങനെ പോവുക. സ്തോത്രം. ആമേൻ. മുഷിഞ്ഞ വസ്ത്രം ധരിച്ച്, ഹല്ലേലൂയ, ആമേൻ, ചാക്കുശീല ഇട്ടുകൊണ്ട്, സ്തോത്രം, ഭിക്ഷയച്ചു കൊണ്ടിരിക്കുന്ന വ്യർത്ഥമായിക്ക് ഇത്രയും പേരുടെ നടുവിൽ കൂടെ, ആമേൻ, യഹൂദന്മാരിൽ ഉണ്ടവിടെ. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ശാസ്ത്രിമാരും പരീശന്മാരും ഒക്കെയും യേശുവിനെ പരീക്ഷിക്കേണ്ടതിനായി അതിൻ്റെ ഇടയിൽ കൂടെ സഞ്ചരിക്കുന്നുണ്ട്. സ്തോത്രം. യഹൂദ പ്രമാണികൾ പലരുമുണ്ട്. ഹല്ലേലൂയ. അപ്പോസ്തലന്മാരാൽ ചുറ്റപ്പെട്ട് യേശു ഇങ്ങനെ വരിക. സ്തോത്രം. ഭർത്തിമായി ആ വഴിയരികിൽ കാത്തിരിക്കുക. ഒരു കേൾവി മാത്രമേ, ആമേൻ, അവനെക്കുറിച്ച്, സ്തോത്രം, ഹല്ലേലൂയ, ഭർത്തിമായി കേട്ടിട്ടുള്ളൂ. സ്തോത്രം. ദാവീദിൻ്റെ സന്തതിയായി ഇസ്രായേലിൻ്റെ രക്ഷകൻ ജനിക്കുമെന്ന് ഒരു കേൾവി മാത്രമേ ഭർത്തിമായിക്കുണ്ടായിരുന്നുള്ളൂ. വചനജ്ഞാനമൊന്നും അറിയില്ലായിരുന്നു. ആമേൻ. ന്യായപ്രമാണവൻ പഠിച്ചിരുന്നവൻ അല്ല. സ്തോത്രം. അവന് വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു എന്ന് പോലും അറിയത്തില്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അവനൊരു വിശ്വാസമുണ്ടായിരുന്നു. ആരോ എപ്പോഴോ അവൻ്റെ ഹൃദയത്തിൽ, സ്തോത്രം, ഹല്ലേലൂയ, അവൻ പക്ഷേ അവൻ്റെ മാതാപിതാക്കളായിരിക്കാം. ആമേൻ. ഇസ്രായേലിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഒരുവൻ എഴുന്നേൽക്കുമെന്നു, അവൻ ദാവീദിൻ്റെ സന്തതിയായി പിറക്കുമെന്നും, ഹല്ലേലൂയ, ഒരു നിശ്ചയം അവൻ്റെ ഉള്ളത്തിൽ ഉണ്ടായിരുന്നു. അവനെക്കുറിച്ചുള്ള കേൾവി. അവനാൽ അനേക രോഗികൾ സൗഖ്യമാകുന്നു, അനേകരുടെ ഭൂതങ്ങൾ പുറത്താകുന്നു, അനേക കുഷ്ഠരോഗികൾ സൗഖ്യമാകുന്നു, അനേക മുടന്തന്മാർ എഴുന്നേൽക്കുന്നു, അനേകരുടെ ചെവിടന്മാരുടെ
ചെവി തുറക്കുന്നു. അനേക ഡിസേബിളായിരിക്കുന്ന കുഞ്ഞുങ്ങൾ സൗഖ്യം പ്രാപിക്കുന്നു. കൂനിയായ സ്ത്രീയുടെ കൂൻ നിവർന്നു വരുന്നു എന്നൊക്കെയുള്ള കേട്ടുകേൾവി മാത്രമേ ബർത്തിമായിക്ക് ഉണ്ടായിരുന്നുള്ളൂ. എങ്കിലും അവൻ യേശുവിൻ്റെ വരവിന് വേണ്ടി കാത്തിരുന്നു. യേശുവിൻ്റെ അടുക്കിലേക്ക് അവനെ ഓടിച്ചെല്ലുവാൻ കഴിയുമായിരുന്നില്ല. എങ്കിലും ഹല്ലേലൂയ, ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ, എന്നോട് കരുണ തോന്നണമേ എന്ന് പറഞ്ഞു ഉറച്ച് നിലവിളിച്ചപ്പോൾ പ്രൈസ് ലോർഡ്. ഇന്ന് രാത്രികാലം ദൈവത്തിൻ്റെ പൈതലേ, നീ ഉറക്ക നിലവിളിക്കുന്നതിൻ്റെ പ്രാർത്ഥനയുടെ ശബ്ദം ആമേൻ അവൻ കേട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അവൻ തലചായ്ച്ച് നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുവാൻ നിന്റെ അടുക്കലേക്ക് ഇന്ന് രാത്രികാലം ഇറങ്ങി വരുന്ന രാത്രികാലമാ. അവിശ്വാസത്തിൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ഉറച്ചുകൊണ്ട് ഹല്ലേലൂയ ധൈര്യമേറ്റെടുത്ത് പ്രത്യാശയോടെ കർത്താവിൻ്റെ പാദപീഠത്തിൽ ഇന്ന് രാത്രികാലം നീ ആയിരിക്കുന്നു എങ്കിൽ ഇന്ന് രാത്രികാലം വിടുതലിൻ്റെ രാത്രികാലമാ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിനെ 8-ാം വാക്യം ഒന്ന് വായിച്ച്. എൻ്റെ ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഇതാരെക്കുറിച്ച് എഴുതിയിരിക്കുന്നതാണെന്ന് അറിയാമോ? സ്തോത്രം. പുസ്തകച്ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ആരെക്കുറിച്ച് പുസ്തകച്ചുരുളിൽ എഴുതിയിരുന്നത്? ആമേൻ. ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെയും. സ്തോത്രം. ഹല്ലേലൂയ. ഒരുവനെ കുറിച്ച് പുസ്തകത്തിൽ, ഒരു രക്ഷകനെ കുറിച്ച് പുസ്തകത്തിൽ എഴുതിയിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ആ വ്യക്തിയാണ് പറയുന്നത്. ആമേൻ. സ്തോത്രം. എൻ്റെ ദൈവമേ, വായിച്ചാട്ട് പറഞ്ഞാട്ട്. എൻ്റെ ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ എത്ര പേർക്ക് ഇന്ന് രാത്രികാലം പറയുവാൻ കഴിയും? എൻ്റെ ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു, നിന്റെ വരവ് അടുത്തിരിക്കുന്നു എന്ന് മനസ്സിലായി. കർത്താവേ സ്തോത്രം. അനേകര് എൻ്റെ ചുറ്റുപാടുമുള്ളവർ നശിച്ചു പോയിക്കൊണ്ടിരിക്കുക. സ്തോത്ര. ഹല്ലേലൂയ. യേശു തമ്പുരാനും ആമേൻ അനേകരെ വിടുവിക്കണം, അനേകരെ രക്ഷിക്കണമെന്നുള്ള ആ താല്പര്യത്തോടുകൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയാണ്. സ്തോത്രം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 61-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചാട്ട്. എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാനും യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കൊണ്ട് യഹോവയായ കർത്താവിന്റെ ആത്മാവ് ആമേൻ. എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ ഒരു അഭിഷേകം നിന്റെ മേൽ പകർന്നിട്ടുണ്ട്. സ്തോത്ര. വിശ്വാസമുള്ളവർ ഇന്ന് രാത്രികാലം കരങ്ങൾ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ട് അഭിഷേകവും പ്രാപിച്ചുകൊണ്ട് അടങ്ങിയിരിക്കുവാനല്ല ദൈവം എന്നെക്കുറിച്ചും നിന്നെക്കുറിച്ചും ആഗ്രഹിക്കുന്നത്. ആമേൻ. സ്തോത്രം. കർത്താവ് ഏത് ഉദ്ദേശത്തോടു കൂടിയാണോ നിന്റെ മേൽ ആ അഭിഷേകം പകർന്നിരിക്കുന്നത്, ആ ഉദ്ദേശം നീ നിവൃത്തിയാക്കുക തന്നെ വേണം. സ്തോത്രം. എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കൊണ്ട് യഹോവയായ കർത്താവിന്റെ ആത്മാവ് എന്റെ മേലിരിക്കുന്നു. ഹൃദയം തകർന്നവരായി ഒരു കൂട്ടം ജനമുണ്ട്. ദൈവത്തിന്റെ മക്കളെ, നമ്മുടെ ചുറ്റുപാട്, നമ്മുടെ കൂട്ടു സഹോദരങ്ങളിൽ പെട്ടവര് ആമേൻ ഹൃദയം തകർന്നവരായിട്ട് വിഷയങ്ങളുടെ മുഖത്ത് ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന അനേകരുണ്ട്. സ്തോത്രം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അവരെ വിടുവിക്കുവാൻ, അവർക്ക് ആശ്വാസം പകർന്നു കൊടുക്കുവാനാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആമേൻ നിന്റെ വായിൽ നിന്ന് വീഴുന്ന ഒരാശ്വാസവാക്കായിരിക്കും തകർന്നിരിക്കുന്ന മനസ്സിന്. സ്തോത്രം. ഹല്ലേലൂയ. മുറിവ് കെട്ടുവാൻ എന്നൊക്കെ ഇടയാക്കുന്നത്. ഹല്ലേലൂയ. നീ ഫോണെടുത്ത് ആമേൻ സഹോദര എന്താ പ്രശ്നം? ഹല്ലേലൂയ. ആമേൻ ഇതിലെല്ലാം ആമേൻ വിടുതൽ തരുവാൻ എൻ്റെ ദൈവം മതിയായവരാണ്. ആമേൻ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം.
പ്രാർത്ഥിക്കാം. നീ ഭാരപ്പെടേണ്ട ആവശ്യമില്ല, നീ പ്രയാസപ്പെടേണ്ട ആവശ്യമില്ല. എൻ്റെ ദൈവം മതിയായവനാണ്. എൻ്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിച്ച ദൈവം ഇന്ന് രാത്രികാലം ആമേ സ്തോത്രം എൻ്റെയും നിൻ്റെയും ഈ സംസാരം കേട്ടുകൊണ്ടിരിക്കുകയാണ്. നിശ്ചയമായും അവൻ മറുപടി കൊടുക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞ് ആമേ തകർന്നിരിക്കുന്ന മനസ്സുകൾക്ക് മുറിവ് കെട്ടുവാൻ എനിക്ക് നിനക്ക് കഴിയുന്നുണ്ടോ? വായിച്ചാട്ട്. തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യം. ബന്ധിക്കപ്പെട്ടവർ, ബദ്ധന്മാർ എന്ന് പറയുമ്പോൾ സ്തോത്രം ഒരു വിഷയത്തിന് മുമ്പിൽ അവർക്ക് സ്തോത്രം ആ വിഷയത്തെ ഓവർകം ചെയ്ത് പുറത്തു വരുവാൻ കഴിയാതിരിക്കുന്ന, ബന്ധിക്കപ്പെട്ടിരിക്കുന്ന, പൈശാചിക അടിമത്തത്തിലായിരിക്കുന്ന ചില ജീവിതങ്ങൾ സ്തോത്രം പ്രൈസ് ലോർഡ് ആമേൻ. ചില ദുശീലങ്ങളിൽ അകപ്പെട്ട് സ്തോത്രം ദൈവത്തിൻ്റെ സന്നിധാനത്തിലേക്ക് കടന്നു വരുവാൻ പ്രാഗൽഭ്യമില്ലാതിരിക്കുന്ന ചില ജീവിതങ്ങൾ സ്തോത്രം അവരെ വിടുവിച്ചു കൊണ്ടുവരുവാനാണ് ദൈവം നിന്റെ മേൽ അഭിഷേകം പകർന്നിരിക്കുന്നത് എന്നുള്ള കാര്യം നീ മറന്നു പോകരുത്. ആമേ സ്തോത്രം. അങ്ങനെയുള്ള വ്യക്തികളെ നീ കാണുന്നത് ഒരുപക്ഷെ നീ ജോലി ചെയ്യുന്ന നിന്റെ ജോലി സ്ഥാനത്തായിരിക്കാം, നിന്റെ ഓഫീസിലായിരിക്കാം, നീ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിലായിരിക്കാം, ആമേ നീ താമസിക്കുന്ന ബിൽഡിങ്ങിലായിരിക്കാം. നീ വൈകിട്ട് സ്തോത്രം നടക്കാൻ പോകുമ്പോൾ നിന്നെ അഭിമുഖീകരിക്കുന്ന വ്യക്തിയായിരിക്കാം. നീ ലുലുവിൽ സാധനം വാങ്ങിക്കാൻ പോകുമ്പോൾ ആമേ സ്തോത്രം അവിടെ വെച്ച് നീ സന്ദർശിക്കുന്ന വ്യക്തിയായിരിക്കാം. ഏത് വിധേനയാണ് അവൻ നിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത്, അവൾ നിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നതെന്ന് നിനക്കറിയാൻ കഴിയത്തില്ല സ്തോത്രം. എന്നാൽ നിന്റെ ലക്ഷ്യം എന്തായിരിക്കണം? ബദ്ധന്മാർക്ക് വിടുതൽ കൊടുപ്പാനാണ് കർത്താവിൻ്റെ ആത്മാവിൻ്റെ മേൽ പകർന്നിരിക്കുന്നത്. കർത്താവെ, ബന്ധിക്കപ്പെട്ടിരിക്കുന്ന പിശാചിൻ്റെ അടിമനുഖത്തിൽ കുടുങ്ങിയിരിക്കുന്ന ആ വ്യക്തിയെ കർത്താവെ നീ എനിക്ക് കാണിച്ചു തരണമേ. ഗസ്സയുടെ നിർജ്ജന പ്രദേശത്തേക്ക് ആമേൻ ഫിലിപ്പോസിനെ നയിച്ചതുപോലെ പരിശുദ്ധാത്മാവിനാൽ എന്നെ ഇനി നയിക്കണമേ. ആ വ്യക്തിയെ എനിക്ക് കാണിച്ചു തരണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കണം. ആമേ. കാലം തീരാറായി ദൈവത്തിൻ്റെ മക്കളെ സ്തോത്രം. കാലം തികഞ്ഞു. ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവീൻ. ഇനിയൊന്നും മാനസാന്തരപ്പെടുവാൻ ഇല്ല. മാനസാന്തരപ്പെട്ട നീ ആ മാനസാന്തരത്തിൽ നിലനിന്നു പോകണം. സ്തോത്രം പ്രൈസ് ദി ലോർഡ്. നീ ഇനി മാനസാന്തരപ്പെടാനല്ല ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. മാനസാന്തരപ്പെടാത്ത ഒരു കൂട്ടം ജനമുണ്ട്. ഹല്ലേലൂയ. ആമേൻ. നരകത്തിലേക്ക് മേയിക്കപ്പെടുന്ന സ്തോത്രം നയിക്കപ്പെടുന്ന ഒരു കൂട്ടം ജനമുണ്ട് സ്തോത്രം. അവരെ മാനസാന്തരത്തിലേക്ക് നയിക്കുവാനാണ് ദൈവം എന്നെയും നിന്നെയും തിരഞ്ഞെടുത്തിരിക്കുന്ന കാര്യം ഇന്ന് രാത്രികാലം നീ മറന്നു പോകരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്റെ മുമ്പിൽ അനേക വിഷയങ്ങൾ കാണാം. പ്രൈസ് ദി ലോർഡ്. അതൊന്നും നിന്നെ കീഴടക്കരുത്. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. നീ എത്ര വലിയ തീച്ചൂളയുടെ വിഷയത്തിൻ്റെ മുമ്പിലായാലും സ്തോത്രം. ഹല്ലേലൂയ. നിന്റെ ലക്ഷ്യം എന്തായിരിക്കണം? ഹല്ലേലൂയ. ആമേൻ. ബദ്ധന്മാർക്ക് വിടുതൽ, തടവുകാർക്ക് സ്വാതന്ത്ര്യം പ്രസ്താവിപ്പാൻ യഹോവയുടെ പ്രസാദ വർഷം. നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിവസവും. എന്തുവാ യഹോവയുടെ പ്രസാദ വർഷം? ആമേൻ. സ്തോത്രം. ആർക്കെങ്കിലും അറിയാമോ എന്താ യഹോവയുടെ പ്രസാദ വർഷം? സഹോദരിമാരും വേണ്ടരുത്, സഹോദരന്മാരത് പറഞ്ഞ സ്തോത്രം. എന്താ യഹോവയുടെ പ്രസാദ വർഷം? ആർക്കെങ്കിലും പറയാമോ? യഹോവയുടെ പ്രസാദ വർഷം പിന്നെന്തോ അറിയിക്കുന്നത്. യഹോവയുടെ പ്രസാദ വർഷം എന്താണെന്ന് അറിയത്തില്ലെങ്കിൽ പിന്നെ നമുക്ക് അറിയിക്കുവാൻ എന്തോ യഹോവയുടെ പ്രസാദ വർഷം അതൊക്കെ ഓക്കെയാ. പ്രൈസ് പ്രസാദ വർഷം എന്താ? സ്തോത്രം. ആമേ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവല്ലാതെ എന്തുവാ പ്രസാദ വർഷം? സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവെങ്കിൽ നൊടിയിടയ്ക്കുള്ളിൽ തന്നെ വൃതന്മാർ ഇവിടെ നിന്ന് രൂപാന്തരപ്പെട്ട് സ്വർഗത്തിലേക്ക് കരേറിപ്പോകും. അവിടെ ഹല്ലേലൂയ ഇന്ന് വരെ നാം കണ്ടിട്ടില്ലാത്ത മനോഹരമായ ഒരു ഭവനം കർത്താവ് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ഭവനത്തിൽ ചെന്ന് നാം വസിക്കും. അതാണ് പ്രസാദ വർഷം. അല്ലാതെ പിന്നെ എന്തോ നാം സുവിശേഷം പറയുന്നത്? സ്തോത്രം.
എന്നും ഈ കഷ്ടതയും ദുഃഖവും രോഗവും ക്ഷീണവും ആമേ ഇതൊക്കെ സ്തോത്രം മാറുമെന്നാണോ പ്രസംഗിക്കേണ്ടത്? ഒന്നുമല്ല ദൈവത്തിൻ്റെ മക്കള്, ഇതെല്ലാം ഈ ഭൂമിയിൽ തീരും. സ്തോത്രം. ആമേ കോടാനുകോടി രൂപയുടെ ബില്യൺസ് ഓഫ് ഡോളറിന്റെ സ്വത്ത് നമുക്കുണ്ടെങ്കിലും ഹല്ലേലൂയ ആമേ ഈ ശ്വാസമൂക്കിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ വല്ലോരും നമ്മുടെ പുറത്ത് കൊണ്ടിടുന്ന ഒരു തുണി മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. പ്രൈസ് ലോർഡ്. ആരെങ്കിലും എന്തെങ്കിലും നിസ്സാരമായ വിലയ്ക്ക് വാങ്ങിക്കൊണ്ട് പുതപ്പിക്കുന്ന പുതപ്പ് മാത്രമേ നമ്മോടുകൂടെ ആ കല്ലറയ്ക്കുള്ളിൽ പോകത്തുള്ളൂ. സ്തോത്രം. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഒത്തിരി ചിന്തിച്ചിട്ട് നമ്മൾ സ്തോത്രം വിഷമിച്ച് ഭാരപ്പെട്ട് കലങ്ങി നമ്മുടെ വിശ്വാസവും പ്രത്യാശയും നഷ്ടപ്പെട്ട് നാം ഇരിക്കുവാനല്ല ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരും. ആമേ സ്തോത്രം. ആ പ്രശ്നങ്ങൾക്ക് ദൈവം വിടുതൽ തരും. ആമേ സ്തോത്രം. നാം കർത്താവിൽ പ്രത്യാശ വെച്ച് മുന്നേറിയാൽ മതി. താഴ്ത്തു വായിച്ചാണ് സഹോദരി. യഹോവയുടെ പ്രസാദ വർഷവും യഹോവയുടെ പ്രസാദ വർഷവും നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിവസവും. നമ്മുടെ ദൈവത്തിന്റെ ഒരു പ്രതികാര ദിവസമുണ്ട്. നാം സ്വർഗത്തിൽ ഹല്ലേലൂയ കർത്താവിനോട് കൂടി പന്തിഭോജനത്തിൽ ആമീൻ ഇരുന്നതിന് ശേഷം ഹല്ലേലൂയ 1007 വർഷം കഴിയുമ്പോൾ ഹല്ലേലൂയ ലോകത്തെ മുഴുവൻ ന്യായം വിധിക്കുന്ന ന്യായാധിപതി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് വെള്ളസിംഹാസനത്തിൽ ഇരിക്കും. ഹല്ലേലൂയ. ആകാശം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുക്കും. സമുദ്രത്തിൽ ഉള്ളവരെ ഏൽപ്പിച്ചു കൊടുക്കും. മരണവും പാതാളവും ആമേൻ അവിടെ ഉള്ളവരെ ഏൽപ്പിച്ചു കൊടുക്കും. വെള്ളസിംഹാസന ന്യായവിധി ഉണ്ടാകും. മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തിക്ക് ഒത്ത ന്യായവിധി. സ്തോത്രം. കൈക്കൂലി കൊടുത്ത് വക്കീലന്മാരെ ആമേ സ്തോത്രം കൈക്കലാക്കി, ജഡ്ജിമാരെ കൈക്കലാക്കി ന്യായം വിധിക്കുന്ന ന്യായവിധിയല്ല അവിടെ വെളിപ്പെട്ടു വരുന്നത്. അവിടെ യഥാർത്ഥമായ ന്യായവിധിയാണ്. ഓരോ മനുഷ്യൻ്റെയും പ്രവൃത്തിക്ക് ഒത്തവണ്ണമുള്ള ന്യായവിധി ഉണ്ടാകും. അന്ന് കല്ലും മരവും സാക്ഷ്യം പറയും. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ഉത്തരം സാക്ഷ്യം പറയും. ഹല്ലേലൂയ. എവിടെ ഏത് സമയത്ത് എന്ത് സംഭവിച്ചു എന്നുള്ളത് വ്യക്തമായി സ്ക്രീനിൽ കാണിക്കുന്ന ഒരു ദിവസമുണ്ട്. ഒരു മനുഷ്യനും ഉത്തരം പറയുവാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു ന്യായവിധി ഉണ്ടാകും. ആ ന്യായവിധി ദിവസത്തിൽ വിധിക്കപ്പെട്ട് നിത്യനിരകത്തിൽ പോകുവാൻ ഇടയാകരുത് എന്ന് വ്യക്തികളോട് പറയേണ്ട ഉത്തരവാദിത്വം കർത്താവ് നമുക്ക് നൽകി തന്നേക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുക. സ്തോത്രം. നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന സംഭവങ്ങളൊക്കെയും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. സ്തോത്രം. നമ്മുടെ കർത്താവിൻ്റെ വരവ് എത്രത്തോളം അടുത്തിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും. സ്തോത്രം. മനുഷ്യർ സ്വസ്നേഹികളായി തീരും. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മീഡിയയിൽ കൂടെ കേൾക്കുന്ന ദൂതുകൾ നമുക്കറിയാം. സ്തോത്രം. ഹല്ലേലൂയ. പിറന്നു വീണ നാട് മുതൽ സ്തോത്രം ഓമനിച്ചു വളർത്തിയ ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. പുത്രന്മാര് മാതാവിൻ്റെയും പിതാവിൻ്റെയും കഴുത്ത് കണ്ടി ചെറിയ സ്തോത്രം. ആമേ ഒരുത്ത പിതാവിൻ്റെ കഴുത്തി കത്തി വെച്ച് കണ്ടിച്ചു കളഞ്ഞതിന് ശേഷം കാര്യം ചോദിച്ചപ്പോൾ പറയുക അവന് സ്വസ്ഥത കൊടുക്കത്തില്ല, അവൻ ഫ്രീഡം കൊടുക്കില്ലെന്ന്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എന്താണ് സംഭവിക്കുന്നത്? ലോകത്തിന് എന്താണ് സംഭവിച്ചത്? കേരളത്തിന് എന്താണ് സംഭവിച്ചത്? കേരളത്തിലെ യുവതി യുവാക്കന്മാർക്ക് എന്താണ് സംഭവിച്ചത്? സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ മക്കളെ, നമ്മുടെ ദേശത്തെ ഓർത്ത് ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും പ്രാർത്ഥിക്കണം. കേരളത്തെ യുവജനതയെ ഓർത്ത് നാം പ്രാർത്ഥിക്കണം. സ്തോത്രം. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി സ്തോത്രം സുബോധം നഷ്ടപ്പെട്ടിട്ട് എന്താണ് ചെയ്യുവാൻ പോകുന്നത് പോലും ചിന്തിക്കാതെ ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. പാപം ചെയ്തു കൂട്ടുന്ന ഒരു തലമുറയുടെ നടുവിലാണ് നാം ആയിരിക്കുന്നത്. നമ്മുടെ തലമുറകളൊന്നും അവരുടെ മധ്യേ പോയി പെട്ടുപോകുവാൻ ഇടയാകാതെ ആമേൻ എല്ലാ ദിവസവും അവരെ സ്കൂളിൽ പറഞ്ഞയക്കുന്നതിന് മുമ്പ് യേശുവിൻ്റെ രക്തത്തിൽ അവരെ മറയ്ക്കണം. സ്തോത്രം. യേശുവിൻ്റെ രക്തം കൊണ്ട് അവരെ മുദ്രയിടണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ലോക സംഭവങ്ങളെല്ലാം കർത്താവിൻ്റെ വരവിനെ വിളിച്ചറിയിച്ചു കൊണ്ടിരിക്കുക.
വരാൻ പോകുന്ന പ്രതികാര ദിവസത്തെ കുറിച്ച് നാം മറ്റുള്ളവരോട് പറയണം. അതിനായിട്ടാണ് കർത്താവ് നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ആമേൻ, സ്തോത്രം. വായിക്കാം, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തുവിനെ പോലെ പിതാവേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ തയ്യാറുള്ള എത്ര പേരുണ്ട്? ഇന്ന് രാത്രികാലം ഒന്ന് കരങ്ങളെ ഉയർത്തുമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവെ, ഉയർത്തിയ കരങ്ങൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഞങ്ങൾ പലപ്പോഴും തീരുമാനമെടുക്കുന്നുണ്ട് കർത്താവെ, ഞങ്ങൾ പലപ്പോഴും സമർപ്പിക്കുന്നുണ്ട് കർത്താവെ. എന്നാൽ അത് നിവൃത്തീകരിക്കാൻ കഴിയാതെ ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ ഞങ്ങളെ പുറകോട്ട് വലിക്കുമ്പോൾ ഇന്ന് രാത്രികാലം കർത്താവെ, ഞങ്ങളുടെ മുമ്പിൽ ദുഷ്ടനായവൻ കൊണ്ടുവരുന്ന പ്രശ്നങ്ങളെയൊക്കെ അതിജീവിച്ച് കർത്താവിൻ്റെ പ്രവൃത്തി ചെയ്യുവാൻ ഞങ്ങളുടെ പിതാവാം ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്ത്, ആമേൻ, അവിടുത്തെ ശബ്ദം കേട്ട് അവിടുത്തെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി തീരുവാൻ അവിടെ ഞങ്ങൾ കൃപ തരുമാറാകണമേ. അവിടുത്തെ ഇഷ്ടം ചെയ്യുന്ന ശുശ്രൂഷക്കാരാക്കി അവിടെ ഞങ്ങളെ മാറ്റുമാറാകണമേ. ആമേൻ. കർത്താവേ, അവിടുന്ന് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ലോർഡ്. നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് വീണ്ടും താഴ്ത്തി ഏൽപ്പിക്കാം. കുഞ്ഞുങ്ങൾ മുന്നോട്ട് വന്ന് ആമേൻ സ്തോത്രം വാക്യം പറഞ്ഞതിന് ശേഷം ഹല്ലേലൂയ സഹോദരി സഹോദരന്മാർക്ക് സാക്ഷ്യത്തിനുള്ള സമയമുണ്ട്. സ്തോത്രം. ദൈവം നമ്മെ ആമേൻ ശക്തമായി അനുഗ്രഹിക്കുമാറാകട്ടെ. For sure, I got nothing new. How could I express all my gratitude? I could sing these songs as I often do. Every song must end, and you never do. So I throw up my hands and praise you again and again. 'Cause all that I have is a hallelujah, hallelujah. And I know it's not much, I've nothing else fit for the King, except for a heart singing hallelujah, hallelujah. Praise the Lord. I thank you for giving me an opportunity to tell this memory verse, Ephesians 6:10. Finally, be strong in the Lord and the strength of his might. Put on the whole armor of God, that you may be able to stand against the schemes of devil. Amen. My board exams are starting from tomorrow, requesting all your prayers. ആമേൻ. Blessed Lord, thank you, Lord, for a wonderful day. Thank you, Lord, for helping me. Be kind to one another, tender-hearted. Forgive one another as God in Christ forgive you. Ephesians 4, verse 32. Please pray for me and my past praise, Lord. പ്രൈസ് ദി ലോർഡ്. Praise God. Anyone who listens to the word but does not do what it says, it's just like a man who looks in his face in the mirror. And my board exams are starting from this Monday. I ask for all of your prayers. പ്രൈസ് ദി ലോർഡ്. Praise the Lord. The Lord has been our dwelling place in all generation. Psalms 90, verse 1. Please pray for me and my family. ആമേൻ. Deuteronomy 6, verse 5. Love the Lord your God with all your heart and with all your soul and with all your strength. Be kind to one Amen. another, Stotra. tender-hearted, forgiving one another, as God in Christ forgave you. Ephesians 4, verses 32. Please pray for me and my family. പ്രൈസ് ദി ലോർഡ്. Judges 13 verse 7, but he said unto me, behold, thou shalt conceive, and nor now drink no wine nor strong drink, and nor eat unclean thing, for the child of Nazareth to God, warm of the day to his death. ആമേൻ.
I am Alpha and the Omega, beginning and end, said the Lord, which was and which is and which was to be, Almighty. Praise, Revelation 1 verse 8. praise the Lord. Oh, taste and see that the Lord is good. Psalms 33 verse 4. Praise the Lord. Amen. Stotram Jesus. Praise the Lord. God is our refuge and strength. Psalm every pleasant help in trouble. Psalm 46 verse 1. Praise the Lord. Jeremiah 33 verse 3. Call to me and I'll answer you and I'll tell you great thing and hidden thing that you are not known. Amen. Praise the Lord. God is my refuge and my strength, very pleasant help in trouble. Please pray for me. Amen. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെ എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ അടലത്തിൽ ദീർഘകാലം വസിക്കും. Please pray for me and my family. Praise the Lord. He said unto him, Behold, shall conceive no drink wine, now drink no wine, no strong drink, neither eat unclean things, for the children in Nazareth to God, for the warmth of his day and his death. Praise the Lord. Praise Lord. Colossians 3 verses 16. Let the word of Christ dwell in you richly, teaching and admonishing one another in wisdom, singing psalms and hymns and spiritual songs with thankfulness in your hearts to God. My board exams are starting from tomorrow. Please pray for me. Praise the Lord. പറഞ്ഞു കഴിഞ്ഞോ? ആമേൻ. നമ്മുടെ കുഞ്ഞുങ്ങൾക്കായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. ദൂരത്തും ചാരത്തുമായിരിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഈ പ്രത്യേകാല ബോർഡ് എക്സാമിനേഷനായി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. അലക്സയ്ക്കായിട്ട്, ഒലിവിനായിട്ട്, ആരോനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. നാട്ടിലായിരിക്കുന്ന പൈതൽ ജോനയ്ക്കായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. വിനോദ് പൈതലിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. വേറെ ആരെങ്കിലും ഉണ്ടോ ബോർഡ് എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്യുന്ന കുഞ്ഞുങ്ങൾ? പ്രൈസ് ലോർഡ്. കുഞ്ഞുങ്ങളുടെ പൈതൽ പേരെന്താ? മോളുടെ പേരെന്താ? കെസിഐക്ക് വേണ്ടി നമുക്ക് സ്തോത്രം ചെയ്യാം. സിറിലിന്, പ്രൈസ് ലോർഡ്, സിറിലിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. കർത്താവ് കുഞ്ഞുങ്ങൾക്കെല്ലാവർക്കും സ്വർഗീയ ജ്ഞാനം കൊടുക്കേണ്ടതിനായി, സ്വർഗീയമായ ബുദ്ധി കൊടുക്കേണ്ടതിനായിട്ട്, ഉയരത്തിലെ ജ്ഞാനത്താൽ അവരെ നിറയ്ക്കേണ്ടതിനായി, ശരിയാവണ്ണം പരീക്ഷ പ്രിപ്പയർ ചെയ്ത് ആമീൻ അനുഗ്രഹിക്കപ്പെട്ട മാർക്ക് സ്കോർ ചെയ്യുവാൻ സ്വർഗത്തിൽ ദൈവം കുഞ്ഞുങ്ങളെല്ലാവരെയും ശക്തീകരിക്കേണ്ടതിനായിട്ട് നമുക്കരങ്ങും ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈ ദുഷ്ടലോകത്തിൽ വിശുദ്ധനും നിർമ്മലരുമായി ജീവിപ്പാൻ നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാവരെയും കർത്താവ് ശക്തീകരിക്കേണ്ടതിനായി, അഭിഷക്തരായ കർത്താവിന് വേണ്ടി ശോഭിക്കുവാനുള്ള കൃപ കൊടുക്കേണ്ടതിനായിട്ട് നമുക്കരങ്ങും ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ ജീസസ്. தாய் போல தேற்றி தந்தை போல
அதை பனி போல உருகிட செய்பவரே. மலை போல துன்பம் என்னை சூழும் போது அதை பனி போல உருகிட செய்பவரே. கண்மணி போல் என்னை காப்பவரே. உள்ளங்கையில் பொறிந்தென்னை நினைப்பவரே. கண்மணி போல் என்னை காப்பவரே. உள்ளங்கையில் பொறிந்தென்னை நினைப்பவரே. நீர் போதும் என் வாழ்விலே. ஏசையா நீர் போதும் என் வாழ்விலே. நீர் போதும் என் வாழ்விலே. ஏசையா நீர் போதும் என் வாழ்விலே. தாய் போல தேற்றி தந்தை போல ஆற்றி தோள் மீதை சுமந்திடும் என்னேசையா. தாய் போல தேற்றி தந்தை போல ஆற்றி தோள் மீதை சுமந்திடும் என்னேசையா. ഹല്ലേലൂയ, സ്തോത്രം. നല്ല രാത്രികാലത്തിനായി വീണ്ടും നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനം കേൾക്കുവാൻ ഈ രാത്രികാലം കർത്താവ് സഹായിച്ചല്ലോ. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു. അവനെങ്കിലേക്ക് ചാഞ്ഞെൻ്റെ നിലവിളി കേട്ടു. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞേറ്റിരുന്നും അവൻ എന്നെ കയറ്റി. എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി. അവൻ എൻ്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു. നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ. ഹല്ലേലൂയ. രാത്രികാലം ശക്തിയോടെ കർത്താവിനെ സ്തുതിക്കുവാനും ആരാധിപ്പാനും കർത്താവ് സഹായിച്ചതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. സാക്ഷിവാചനങ്ങളുടെ പ്രാർത്ഥനയ്ക്കായിട്ട് അപേക്ഷിച്ചുള്ള വിഷയങ്ങളെല്ലാം ദൈവകരങ്ങളിലേക്ക് ഒരു പ്രാവശ്യം കൂടെ ഏൽപ്പിക്കാം. കർത്താവ് അതിന്മേലെല്ലാം അത്ഭുതം പ്രവർത്തിച്ചിരിക്കുകയാൽ, വിടുതലിൻ്റെ കരം നീട്ടിയിരിക്കുകയാൽ നമുക്ക് സ്തോത്രം ചെയ്യാം. അർപ്പിക്കപ്പെട്ട സ്തോത്രരക്ഷയ്ക്കായി ദശാംശത്തിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹാലരി അമർത്തി കുലുക്കി വലിയൊരളവിൽ കർത്താവ് മടി കൊടുത്ത് എല്ലാവരെയും അനുഗ്രഹിക്കേണ്ടതിനായി കർത്താവിന് വേണ്ടി ചിലവാകുവാൻ തക്കവണ്ണം എല്ലാവരെയും കർത്താവ് ശക്തീകരിക്കേണ്ടതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. തുടർന്നുള്ള ശുശ്രൂഷകളെയും കർത്താവ് അനുഗ്രഹമാക്കി തീർക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ആമേൻ. ഇവർ പ്രാർത്ഥിച്ചു. ചെയ്ത കൃപയ്ക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്ന പച്ച. ഹല്ലേലൂയ. ദൈവമേ, സാക്ഷിവാചകങ്ങളിലൂടെ ഹല്ലേലൂയ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന വിഷയം എല്ലാ വ്യക്തികളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന പറുപടി അയച്ച് ഞങ്ങളെ വിടുവിക്കുന്ന ഒരു കർത്താവിൻ്റെ കാര്യം ഞങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുന്നതായി സ്തോത്രം ചെയ്ത പച്ച. ഞങ്ങൾ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം ഹല്ലേലൂയ പരീക്ഷയെല്ലാം ഞങ്ങളുടെ കരങ്ങളിൽ തരുന്ന പച്ച. ഹല്ലേലൂയ. ഞങ്ങളുടെ ഇടയിൽ അത്ഭുതങ്ങളെ സർവ്വം ചെയ്യുന്നതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുമ്പോൾ ഹല്ലേലൂയ ഇത് അനേകം ഇത് കണ്ടു വിശ്വസിക്കുവാൻ കർത്താവിലേക്ക് അടുക്കുവാൻ സർവ്വം ഇടയാക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ഹല്ലേലൂയ. അതിലൂടെ കേൾപ്പിച്ച പോലെ സുവിശേഷം അറിയിച്ച വ്യക്തികളുടെ മേലൊരു മാനസാന്തരം സ്വർഗ്ഗം നയിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം ഞങ്ങളുടെ മധ്യ കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യുന്നതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്ന ഹല്ലേലൂയ. വലിയ വിടുതലയച്ചിരിക്കുന്ന കൃപയ്ക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നത് വിശ്വസിക്കുന്ന അപ്പം ഹല്ലേലൂയ. ഒരു നാളുകളിൽ അപ്പം അവർ ഞങ്ങളോട് ചേർന്ന് കർത്താവിനെ ആരാധിക്കുകയും ഹല്ലേലൂയ കർത്താവിനെ സ്തുതിക്കുകയും ചെയ്യുന്നത് പൂർണ്ണമായത് വിശ്വസിക്കുന്ന അപ്പം ഹല്ലേലൂയ. കർത്താവ് ചെറിയ മറവിൽ ഞങ്ങൾ ഓരോ കുടുംബങ്ങളെ അവിടെ വഹിക്കുന്ന കൃപയ്ക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്ന അപ്പം ഹല്ലേലൂയ. ബുദ്ധിമുട്ടിലും പ്രയാസങ്ങളിലും ആയിരിക്കുന്ന കുടുംബങ്ങളെ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന അപ്പം വലിയൊരു വിടുതൽ കൊടുത്തവരെ ദൈവമേ അവിടെ നമ്മൾ സഹായിക്കുന്നവരെ കൃപയ്ക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്ന അപ്പം ഹല്ലേലൂയ. നമ്മൾ നാളെ കടന്നു വരാൻ ആഗ്രഹിക്കുന്നവരെല്ലാം ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന അപ്പം ഹല്ലേലൂയ. അവിടെ യാത്രയിലെല്ലാം ദൈവസ്ഥാനത്തെ കൂടെ ഇരുന്ന് കർത്താവ് പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമഹത്വം വെളിപ്പെടുവാൻ സ്വർഗ്ഗം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വം അങ്ങ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രാർത്ഥനയോടെ ദൈവസന്നിധാനത്താണ് ഇരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മറ്റു ചില മറുപടികൾ നമ്മുടെ മധ്യയുണ്ട്. സ്തോത്രം. അതിനായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. 15 മിനിറ്റേ ഉള്ളൂ. സ്തോത്രം. നിങ്ങൾ കൂടി വരുമ്പോൾ സഹോദരന്മാരെ, നിങ്ങൾ കൂടി വരുമ്പോൾ ഓരോരുത്തരും എന്തുണ്ട്? സങ്കീർത്തനമുണ്ട്. സങ്കീർത്തനം കഴിഞ്ഞു. ഇനിയുള്ളത് ഉപദേശം. സ്തോത്രം. ഉപദേശമുണ്ട്, വെളിപ്പാടുണ്ട്, അന്യഭാഷയുണ്ട്, വ്യാഖ്യാനമുണ്ട്,
സകലവും ആത്മീയ വർധനയ്ക്കായിട്ട് ഉതകട്ടെ. 15 മിനിറ്റേ ഉള്ളൂ. സ്തോത്രം. ആർക്കെങ്കിലും എന്തെങ്കിലും പ്രബോധനം കർത്താവ് നൽകി തന്നിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ദർശനങ്ങളോ വെളിപ്പാടുകളോ ആരെങ്കിലും കർത്താവ് ഏൽപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അത് പ്രസ്താവിപ്പാനുള്ള സമയമുണ്ട്. സ്തോത്രം. അങ്ങനെയുള്ളൊരു കരങ്ങളൊന്ന് ഉയർത്തിയാട്ടെ. പ്രൈസ് ലോർഡ്. ആരെങ്കിലും ഉണ്ടോ? ഇങ്ങനെയൊക്കെ അവസരം കിട്ടും, ചാടി എഴുന്നേക്കണം. പ്രൈസ് ലോർഡ്. ആമേൻ. എല്ലായിടത്തും ഇതൊന്നും കിട്ടത്തില്ല. സ്തോത്രം. നമുക്ക് ഇഷ്ടംപോലെ ദൂതും ആലോചനയൊക്കെ ആമേ പറയാനുള്ള അവസരം, പറയാനുള്ള തീഷ്ണത നമുക്കുണ്ടെങ്കിലും അതൊന്നും പറയാനുള്ള അവസരം മറ്റു പലയിടത്തും കിട്ടത്തില്ല. സ്തോത്രം. ആമേൻ. ദൈവമക്കളെ, നമുക്ക് കിട്ടുന്ന അവസരങ്ങളൊന്നും നാം പാഴാക്കരുത്. സ്തോത്രം. നമ്മളെ ഒരു ദൗത്യം ദൈവം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പുറകെ ദൈവത്തിന് എന്തോ ഉദ്ദേശം സാധിക്കാനുണ്ട്. സ്തോത്രം. നമ്മൾ അതിൽ നിന്ന് തോറ്റ് എന്ത് ചെയ്യരുത്? പിന്മാറരുത്. സ്തോത്രം. തോറ്റ് പിന്മാറുന്നവരുടെ കൂട്ടത്തിലെല്ലാം ജയിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ നാം ആയിത്തീരണം. സ്തോത്രം. എന്ത് ദൗത്യം കർത്താവ് നമ്മെ ഏൽപ്പിച്ചാലും അത് ചെയ്യുവാൻ. സ്തോത്രം. ആമേ. സ്തോത്രം. ആദിമ നൂറ്റാണ്ടിൽ ദൈവദാസന്മാരെ ഏൽപ്പിച്ച ദൂതുകൾ ഞാൻ വണ്ടടിച്ചു പോവുക. സ്തോത്രം. പൗലോസ് അപ്പോസ്തലനൊക്കെ പോയ പോക്ക്. സ്തോത്രം. ആകെക്കൂടെ അറിയാവുന്ന ഭാഷ എബ്രായ ഭാഷയും അരാമ്യ ഭാഷയുമാണ്. സ്തോത്രം. ആമേൻ. എവിടെല്ലാം സഞ്ചരിച്ചു. സ്തോത്രം. എങ്ങനെ ദൈവത്തിൻ്റെ വചനം ഷെയർ ചെയ്തു. പോയ സ്ഥാനങ്ങളെല്ലാം സഭകളെ സ്ഥാപിച്ചു. സ്തോത്രം. അതുപോലെ അപ്പോസ്തലന്മാർ, തോമസ് അപ്പോസ്തലൻ ഇന്ത്യയിൽ കേരളത്തിൽ വന്നു. സ്തോത്രം. കേരളത്തിലാണ്, തമിഴ്നാട്ടിലല്ലേ വന്നേ? തമിഴ്നാട്ടിൽ വന്നു. സ്തോത്രം. ഒരു ലാംഗ്വേജും അറിയത്തില്ല. സ്തോത്രം. ആകെക്കൂടെ അറിയാവുന്ന എബ്രായ ഭാഷയും അരാമ്യ ഭാഷയും. സ്തോത്രം. ഏത് ഭാഷയിലാണ് അവരോട് സംസാരിച്ചതെന്ന് ഒരു പിടിയുമില്ല. സ്തോത്രം. എന്നാൽ ഹല്ലേലൂയ, ആദിമ നൂറ്റാണ്ടിൽ പകരപ്പെട്ട ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് 3000 പേര് സ്നാനമേറ്റെടുത്ത് കൂടി നിന്ന അരാമ്യർക്കും അറബി ഭാഷക്കാർക്കും ആമേൻ ഇറ്റലിക്കാർക്കും റോമാക്കാർക്കും എല്ലാം അവിടെ കൂടി വരുന്ന ജനത്തിനൊക്കെയും മനസ്സിലാകുന്ന ഭാഷ ദൈവത്തിൻ്റെ ദാസന്മാരിൽ കൂടെ പുറത്തു വരുവാൻ ഇടയായി. സ്തോത്രം. ഹല്ലേലൂയ. അതുതന്നെയായിരിക്കും തോമസ് അപ്പോസ്തലനും ലഭിച്ച ഭാഷ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മക്കളെ, സ്തോത്രം. ഞാൻ ബാലന, ഞാൻ വിക്കന ഒന്നും പറയരുത്. സ്തോത്രം. എനിക്കതിനുള്ള കഴിവില്ലെന്നൊന്നും നമ്മൾ പറയരുത്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ദൈവം നമ്മുടെ മേൽ ദൈവം മോശയോട് പറഞ്ഞു, എൻ്റെ ജനത്തെ പുറപ്പെടുവിക്കാൻ ആമേൻ. സ്തോത്രം. നീ ഫറവോൻ്റെ അടുക്കലേക്ക് പോയിട്ട് എൻ്റെ ജനത്തെ പുറപ്പെടുവിക്കാൻ പറഞ്ഞു. സ്തോത്രം. മോശ പറഞ്ഞു, ഞാനും പ്രൈസലോട് ഞാൻ ഒരു കൊലപാതകം ചെയ്തിട്ട് വന്നേക്ക് ഒളിച്ചു പാർക്കുക. സ്തോത്രം. പ്രൈസലോട്. അതുകൂടാതെ എനിക്ക് ഫറവോൻ്റെ മുമ്പിൽ ചെന്ന് നിൽക്കാനുള്ള ആമേൻ സ്തോത്രം സംസാരിക്കാനുള്ള കഴിവില്ല. ഞാനൊരു വിക്കനാ. സ്തോത്രം. അപ്പോൾ ദൈവം മോശയോട് ചോദിക്കുന്നുണ്ട്, ഈ അഖില ആ ലോകത്തെ സൃഷ്ടിച്ചത് ഞാനല്ലേ? സ്തോത്രം. ആമേൻ. സ്തോത്രം. സർവശക്തനായ ദൈവമാണ് തന്നോട് സംസാരിക്കുന്നത് മോശയ്ക്ക് മനസ്സിലായിട്ടും പിന്നെയും ദൈവത്തോട് പറയുക, ഞാൻ വിക്കൻ. അവസാനം ദൈവത്തിൻ്റെ കോപം മോശയുടെ മേൽ ജ്വലിച്ചു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്തോത്രം. വേണമെങ്കിൽ അതിന് 10-ാം വാക്യം എല്ലാം വായിച്ചു. മോശ യഹോവയോട്, കർത്താവേ, മുമ്പേ തന്നെയും നീ അടിയനോട് സംസാരിച്ച ശേഷവും ഞാൻ വാക്സാമർഥ്യമുള്ളവനല്ല, ഞാൻ വിക്കിന് തടിച്ച നാവുള്ളവനുമാകുന്നു എന്ന് പറഞ്ഞു. സ്തോത്രം. ആമേ. മതി. പ്രൈസ് ദി ലോർഡ്. ഇന്ന് അനേകരും പറയുന്നതാ. സ്തോത്രം. എനിക്ക് പറയാനുള്ള കഴിവില്ല, സംസാരിക്കാനുള്ള കഴിവില്ല. സ്തോത്രം. ഒന്ന് എനിക്ക് ആ തടിച്ച നാവ. നമുക്ക് ഒഴികഴിവ് പറയാൻ ഇഷ്ടം പോലെ കാണും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇതാരാണ് ഈ വിഷയം നമ്മെ ഏൽപ്പിച്ച് ഇരിക്കുന്നു എന്നുള്ള ആ ബോധ്യം നമ്മുടെ ഉള്ളത്തിലുണ്ടെങ്കിൽ ഒരിക്കലും
നമുക്ക് പിന്മാറി പോകുവാൻ കഴിയുകയില്ല. സ്തോത്രം. നിന്നെ ഒരു ഉത്തരവാദിത്വം ദൈവം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നീ മനസ്സിലാക്കിക്കൊള്ളണം. സ്തോത്രം. നിന്നിൽ കൂടെ ദൈവത്തിൻ്റെ ഒരു വലിയ പ്രവൃത്തി ദൈവം ചെയ്തെടുപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ആ ദൈവപ്രവൃത്തിയുടെ പൂർത്തീകരണത്തിന് വേണ്ടി ആമേൻ സ്തോത്രം നിന്നെ അഭ്യസിച്ച് പുറത്തു കൊണ്ടുവരുവാനാണ് ദൈവം ചില നിയോഗങ്ങൾ ഒക്കെ നിൻ്റെ ജീവിതത്തിൽ തന്നിരിക്കുന്നു എന്നുള്ളൊരു കാര്യം നീ മറന്നു പോകരുത്. സ്തോത്രം. ദൈവത്തിന് മുമ്പിൽ ഒരിക്കലും പറയരുത്. മോശ അവിടെ കണ്ടത് സ്തോത്രം അന്ന് വരെ മോശ കണ്ടിട്ടില്ലാത്ത വലിയ ഒരത്ഭുതമായിരുന്നു. സ്തോത്രം. ആമേൻ. ആ മലയുടെ താഴ്വാരത്തിൽ മുൾപ്പടർപ്പിനുള്ളിൽ തീ ഇങ്ങനെ കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടു. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. നമ്മുടെ ഏത് സ്ഥലത്താണ്? നോർത്ത് അമേരിക്ക. നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ 2 ദിവസത്തിന് മുമ്പ് കുളത്തുപുഴ പ്രൈസ് ലോർഡ് കാടിങ്ങനെ കത്തി ഇങ്ങനെ ഒരു മരം പ്രത്യേകിച്ച് കാണിച്ചിട്ട് ആ മരം ഇങ്ങനെ കത്തി ജ്വലിക്കുക. സ്തോത്രം. അതുപോലെ ഹല്ലേലൂയ തീ കത്തിക്കൊണ്ടിരിക്കുന്ന മോശ കാണുന്ന സ്തോത്രം. പക്ഷേ ആ മുൾപ്പടർപ്പിന് ഒരു ദോഷവും ഭവിച്ചില്ല. സ്തോത്രം. എന്നിട്ട് അവിടെ നിന്ന് കർത്താവ് തന്നെ വെളിപ്പെടുത്തുക. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. അവൻ വരുന്നത് യഹോവ കണ്ടപ്പോൾ ദൈവം മുൾപ്പടർപ്പിൻ്റെ നടുവിൽ നിന്ന് അവനെ മോശെ മോശെ എന്ന് വിളിച്ചു. അതിനവൻ ഇതാ ഞാനെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ഇങ്ങോട്ട് അടുക്കരുത്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകയാൽ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു കളക എന്ന് കൽപ്പിച്ചു. ഞാൻ അബ്രഹാമിൻ്റെ ദൈവവും ഇസാക്കിൻ്റെ ദൈവവും യാക്കോബിൻ്റെ ദൈവമായി നിന്റെ പിതാവിൻ്റെ ദൈവമാകുന്നു എന്നും ദൈവം തന്നെ പൂർണ്ണമായിട്ട് മോശയ്ക്ക് അങ്ങ് വെളിപ്പെടുത്തി കൊടുക്കുക. സ്തോത്രം. ദൈവത്തിൻ്റെ പൈതൽ നിന്നെ ഒരു ഉത്തരവാദിത്വം ദൈവം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് സർവശക്തനായ ദൈവമാണ് അത് ഏൽപ്പിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം നീ മറന്നു പോകരുത്. സ്തോത്രം. ആ ഉത്തരവാദിത്വം നിനക്ക് പുറകോട്ട് പോകുവാൻ നീ വിചാരിച്ചാലും നടക്കുന്ന കാര്യമല്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കോപം നിൻ്റെ മേൽ ജ്വലിക്കും. സ്തോത്രം. പ്രൈസ്. അവസാനം ദൈവം സഹിച്ചിട്ട് എന്ത് ചെയ്തു? തൻ്റെ ജ്യേഷ്ഠനെ അഹരോനെ കൂടെ പ്രൈസ്. ആ മോശ അന്ന് ആ ഒരു കാര്യം ആവശ്യപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഈ അഹരോനെ ഫറവോൻ്റെ മുമ്പിൽ പോകാനും അഹരോനെ ഇസ്രായേൽ മക്കളുടെ നേതാവായി തീരുവാനും ആമേ ഒരിക്കലും ഇടയാകുമായിരുന്നില്ല. അങ്ങനെ സംഭവിക്കാതിരുന്നുവെങ്കിൽ മരുഭൂമിയിൽ കാളക്കുട്ടി ഉണ്ടാകത്തില്ലായിരുന്നു. സ്തോത്രം. ആവശ്യമില്ലാത്തതിനെയൊക്കെ പിടിച്ച് ആ സ്ഥാനത്താക്കിയതുകൊണ്ട് എന്താ പറ്റി? കാളക്കുട്ടി ഉണ്ടായി. സ്തോത്രം. ഒരു ജനതതി മുഴുവനും തെറ്റിലേക്ക് ആമേ സ്തോത്രം വീഴുവാന്ന് കഴിയായി. നമ്മൾ പലപ്പോഴും ഇതൊന്നും ചിന്തിക്കാറില്ല. സ്തോത്രം. മോശ അടിയനിതാ കർത്താവേ നിന്റെ ഹിതത്തിനായി ഞാൻ എന്നെ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുത്തിരുന്നു എങ്കിൽ ആമേ സ്തോത്രം ഇസ്രായേൽ ജനം മരുഭൂമിയിൽ മത്സരത്തിന് ഒരുങ്ങുകയില്ലായിരുന്നു. മോശയുടെ വാക്ക് കേട്ട് വിറച്ചുകൊണ്ട് അവർ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. എന്നാൽ ഒരു അഹരോൻ അവിടെ എഴുന്നേറ്റത് കൊണ്ട് ഒരു കാളക്കുട്ടി അവിടെ ഉണ്ടായി. സ്തോത്രം. ആമേൻ. ഇതാ ഞങ്ങളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ച് കൊണ്ടുവന്ന ഞങ്ങളുടെ ദൈവമെന്ന് പറഞ്ഞ് അവർ ആർക്കുവാനും ഹല്ലേലൂയ അവർ പാടുവാനും ഒക്കെ തുടങ്ങി. സ്തോത്രം. അവർ നൃത്തം ചെയ്യുവാൻ തുടങ്ങി. സർവശക്തനായ ദൈവത്തെ മറന്നു കളവാൻ ഇടയായി. സ്തോത്രം. അതുകൊണ്ട് ദൈവമക്കളെ എന്നെയും നിന്നെയും ഏൽപ്പിക്കുന്ന ആമേൻ സ്തോത്രം നിയോഗങ്ങൾ അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് കൊണ്ടുവരുവാൻ നാം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. അവിടേക്ക് ഒരു പക്ഷേ വേറെ ആരെങ്കിലും ആക്കിയാൽ ഇതുപോലെ കാളക്കുട്ടികൾ ജനിക്കുവാൻ തക്കവണ്ണം ഇടയാകും. സ്തോത്രം. അത് ജനത്തിൻ്റെ നാശത്തിന് ഹേതുവാകും. സ്തോത്രം. ദൈവം നിന്നെ ഒരു നിയോഗം നിനക്ക് നൽകി തന്നിട്ടുണ്ടെങ്കിൽ അത് ഭംഗിയായി ചെയ്യുവാൻ നിന്നെ തന്നെ അങ്ങ് സമർപ്പിക്കണം. സ്തോത്രം. പൂർണ്ണമായി അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കണം. സ്തോത്രം.
ഒരുപക്ഷെ നിന്നെ പാടുവാനാ ദൈവം നിനക്ക് കൃപ തന്നതെങ്കിൽ ആ പാട്ട് നീ ഭംഗിയോടെ സ്തോത്രം അങ്ങ് പാടണം. ഒരു മ്യൂസിക് ഇൻസ്ട്രുമെൻ്റ് ദൈവത്തിന് വേണ്ടി യൂസ് ചെയ്യുവാൻ ദൈവം നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നതെങ്കിൽ അത് പൂർണ്ണ മനസ്സോടെ അങ്ങ് ചെയ്യണം. സ്തോത്രം. അപ്പം ദൈവത്തിന് നമ്മൾ കൊടുക്കേണ്ടത് എന്തൊക്കെയാണ്? എങ്ങനെയാ? പൂർണ്ണ മനസ്സോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ. സ്തോത്രം. മാറിയിരിക്കാനൊന്നും ആർക്കും പറ്റത്തില്ല. സ്തോത്രം. പ്രൈസ് ലോർഡ്. നിന്നെ കണ്ടേക്കുന്ന ആരായിട്ടാണ്? രാജകീയ പുരോഹിത വർഗമായിട്ടാണ് ദൈവം നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയാ. സ്തോത്രം. മിണ്ടാതിരിക്കാൻ എനിക്കും നിനക്കും പറ്റത്തില്ല. സ്തോത്രം. അത് ചെയ്തേ പറ്റത്തുള്ളൂ. സ്തോത്രം. അറ്റ്ലീസ്റ്റ് കുടുംബക്കാരോടെങ്കിലും പറയണം. സ്തോത്രം. അവർ കേട്ടാലും കേൾക്കാഞ്ഞാലും പറയണം. സ്തോത്രം. ഇല്ലെങ്കിൽ അവർ മരിച്ചങ്ങ് അടക്കപ്പെട്ട് നരകത്തിൽ പോകും. സ്തോത്രം. അവരുടെ രക്തത്തിൻ്റെ വില നിന്നോട് ചോദിക്കും. സ്തോത്രം. ആമേൻ. നിന്നെ ദൈവം തിരഞ്ഞെടുത്ത് എന്തിനാ? നിന്റെ കുടുംബത്തിൻ്റെ, നിന്റെ ജാതിയുടെ കാവൽക്കാരനായിട്ടാണ്. സ്തോത്രം. പ്രൈസ് ലോർഡ്. യെഹെസ്കേൽ പ്രവചനം പഠിച്ചാൽ മതി. 3-ാം അധ്യായവും ആമേൻ സ്തോത്രം 33-ാം അധ്യായം അതിനൊക്കെ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. സ്തോത്രം. എൻ്റെ മുമ്പിൽ സമയമില്ല, 1 മിനിറ്റ് കൂടെ ഉള്ളൂ. സ്തോത്രം. നമ്മെ ദൈവം ഏത് വിഷയത്തിന് വേണ്ടി നിയോഗിച്ചിരിക്കുന്നുവോ അത് പൂർണ്ണ മനസ്സോടെ, പൂർണ്ണാത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ മറ്റാരേക്കാളിലും നല്ലതായിട്ട് ചെയ്യുവാൻ ഏൽപ്പിച്ചു കൊടുക്കണം. ഒരുപക്ഷെ ഒരു പ്രാർത്ഥനയ്ക്കായിട്ട് അവർ നിങ്ങളെ പിടിച്ചുകൊണ്ട് ന്യായാധിപന്മാരുടെ അടുക്കലും ആമേൻ സ്തോത്രം ദേശത്തെ പ്രധാനികളുടെ അടുക്കലൊക്കെയും കൊണ്ടുപോകും. സ്തോത്രം. പ്രൈസ് ലോർഡ്. അന്നേരം അവരോട് എന്തെന്ന് സംസാരിക്കേണ്ടത് എന്തെന്ന് ഞാൻ നിങ്ങളുടെ എവിടെ തരും? നാവിന്മേ തരും. സ്തോത്രം. നീ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. തക്ക സമയത്ത് എന്താ സംസാരിക്കേണ്ടതെന്നുള്ള കർത്താവ് നിന്റെ നാവിന്മേ തന്ന് ആമേൻ സ്തോത്രം അവന് കൊടുക്കേണ്ട ഉത്തരം കൊടുക്കുവാൻ നിന്നെ യോഗ്യനാക്കി തീർക്കും. നമുക്ക് ദൈവസന്നിധാനത്തിൽ എഴുന്നേറ്റ് നിൽക്കാം. ഇന്ന് രാത്രി കാലം ഒരു തീരുമാനത്തോടെ വേണം ദൈവമക്കളെ മടങ്ങി പോകുവാൻ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 58-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. സ്തോത്രം. കാഹളം പോലെ ആമേൻ നിന്റെ ശബ്ദമുയർത്തി ആമേൻ ഇസ്രായേൽ ഗൃഹത്തിന് അവരുടെ ലംഘനങ്ങളെയും, ഇസ്രായേൽ ഗൃഹത്തിന് അവരുടെ പാപങ്ങളെയും, യാക്കോബ് ഗൃഹത്തിന് അവരുടെ പാപങ്ങളെയും അറിയിക്ക. എങ്കിലും അവർ എന്നെ ദിനംപ്രതി അന്വേഷിച്ച് എന്റെ വഴികളെ അറിവാൻ ഇച്ഛിക്കുന്നു. പ്രൈസ് ലോർഡ്. ദൈവമക്കളെ, പുറത്തുള്ളവരാരും ഹല്ലേലൂയ ദൈവത്തെ അന്വേഷിക്കണമെന്ന് താല്പര്യമില്ലാത്തവരല്ല. സ്തോത്രം. അവരിത് അറിയാത്തത് കൊണ്ടാണ്. സ്തോത്രം. നമ്മൾ അവരോട് പറയാൻ തയ്യാറായാൽ അവർ നിശ്ചയമായിട്ട് അവർ ദൈവസന്നിധാനത്തിലേക്ക് കടന്നു വരും. ആകയാൽ ദിവസങ്ങളിൽ അതിനായിട്ട് നമ്മെ തന്നെ സമർപ്പിക്കുക. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. സ്തോത്രം. എരുതിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല. എരുതിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല. വീഴുന്നതോ തീയിലല്ല, എൻ്റെ യേശുവിൻ കരങ്ങളിലാ. വീഴുന്നതോ തീയിലല്ല, എൻ്റെ യേശുവിൻ കരങ്ങളിലാ. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ.
പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എതിരെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. എതിരെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. എതിരെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എതിരെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. എതിരെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. ദൈവരങ്ങളിലേക്ക് രാത്രി കാലം ഏൽപ്പിക്കാം, പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചാട്ടെ. സ്തോത്രം ജീസസ്. ഈ നല്ല രാത്രികാലത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ ആരാധനയുടെ ആരംഭം മുതൽ ഈ സമയം വരെയും ദൈവത്തിന്റെ മാറ്റമില്ലാത്ത സാന്നിധ്യത്തിന്റെ മറവിൽ കർത്താവ് ഞങ്ങളെ മറച്ചതിനാൽ സ്തോത്രം. കർത്താവെ ഞങ്ങൾക്ക് തന്ന എല്ലാ കൂട്ടായ്മയ്ക്കായി സ്തോത്രം. ഞങ്ങളുടെ സൺഡേ സ്കൂളിനെ കർത്താവ് അനുഗ്രഹിച്ചതിനാൽ സ്തോത്രം. നല്ല പാട്ടുകളെ പാടി ദൈവത്തെ സ്തുതിക്കുവാൻ കർത്താവ് ഞങ്ങളുടെ നാവിന് ശക്തി തന്നതിനാൽ സ്തോത്രം. ശുശ്രൂഷിക്കുവാൻ നിന്റെ ദാസനെ കർത്താവ് ആമേൻ. ഈ രാത്രികാലം ഞങ്ങളോട് കേൾപ്പിച്ച സകല സ്വർഗീയ ആലോചനയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. ആ പുസ്തക ചുരുളിൽ ഞങ്ങളെ കുറിച്ച് എഴുതിയിരിക്കുന്നു. ആമേൻ. നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ ബന്ധപ്പെടുന്നു എന്ന് ആമേൻ യേശു തന്റെ തിരുവഴുത്ത് നിവർത്തിച്ചതുപോലെ ഈ നാളുകളിൽ ഞങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടം ആമേൻ അത് നിവർത്തിക്കത്തക്കവണ്ണം ദൈവത്തിന്റെ സുവിശേഷം വിളിച്ചു പറയുവാൻ ആമേൻ അനുസരണമുള്ള ദാസനെ പോലെ അടിയനെ സമർപ്പിക്കുന്നു. അടിയനെ അയക്കണമേ എന്ന് പറഞ്ഞു. കർത്താവേ ഞങ്ങളുടെ അയോഗ്യതകളൊന്നും ആമേൻ ഒരു കുറവുകളെ ഒന്നും പറഞ്ഞു മാറി നിൽക്കുവാനല്ല. ആമേൻ. ദൈവം ഞങ്ങളെ ഏൽപ്പിച്ച ശുശ്രൂഷകൾ, ദൈവം ഞങ്ങളെ ഏൽപ്പിച്ച വേലകൾ ചെയ്യത്തക്കവണ്ണം കർത്താവേ ഓരോരുത്തരെയും ശക്തീകരിക്കണമേ, എല്ലാവരെയും ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. അർപ്പിച്ച സ്തോത്ര വഴിപാടിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. കർത്താവ് ധാരാളം പ്രതിഫലം കൊടുത്ത് മാനിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. ഞങ്ങളോട് അപേക്ഷിച്ചിട്ടുള്ള സകല പ്രാർത്ഥനാ വിഷയങ്ങളെയും പ്രാർത്ഥിക്കുന്നു. ആമേൻ. എല്ലാത്തിനും കർത്താവ് പ്രതിഫലം കൊടുക്കണമേ, മാനിക്കണമേ. ആമേൻ. എല്ലാ കർത്താവേ ശൂന്യതകളും ആമേൻ നിറഞ്ഞു വരട്ടെ. ഞങ്ങൾ ദൈവത്തിന്റെ ശബ്ദമായി മാറട്ടെ. ദൈവത്തിന്റെ നാവായി ഞങ്ങളുടെ നാവ് മാറട്ടെ. ആ ശൂന്യതകളെ നോക്കി പ്രവചിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാവിന്റെ അഭിഷേകം പകരണമേ. രോഗങ്ങൾ ഞങ്ങളെ വിട്ട് മാറട്ടെ. സാമ്പത്തിക ഞെരുക്കങ്ങൾ ഞങ്ങളെ വിട്ട് മാറട്ടെ. ആമേൻ. ദൈവ രാജ്യത്തിൽ എന്തൊക്കെ ഉണ്ടോ ആമേൻ അതൊക്കെ ആമേൻ ആ സഭയിൽ ഞങ്ങൾ അപ്ലൈ ചെയ്യുക. ഒരു വലിയ നിറവ് വെളിപ്പെടട്ടെ. ഒരു വലിയ പരിശുദ്ധാത്മാവിന്റെ ഞങ്ങളുടെ എല്ലാ പ്രവർത്തന മേഖലകളിലും സന്തോഷത്തോടെ ഞങ്ങളെ ഭവനത്തിലേക്ക് സ്വർഗം മടക്കി അയക്കണമേ. അവൻ ഇത്രത്തോളം ദൈവിക സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഇരുന്നതിനാൽ സ്വർഗം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യാം. രാത്രികാലം ദൈവത്തെ സ്തുതിക്കാം. അനുഗ്രഹത്തോടെ മനസ്സലിവുടയ
നിനക്കാമേ മനസ്സലിയുടെ മഹോന്നത പരനെ നിനക്കാമേ. സകല ബുദ്ധിയെ കവിയുന്ന ദൈവത്തിന്റെ സമാധാനം ഞങ്ങൾ പ്രാർത്ഥിച്ച വിഷയങ്ങളോടും കടന്നുപോകുന്ന ജനത്തോടും ഭൂമിയിലുള്ള സകല വിശുദ്ധന്മാരോടും കൂടി ഇന്നുവരെ നീക്കും കർത്താവിന്റെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. മറക്കപ്പെട്ട ദൈവം ഞാളുടെ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വേഗം വരണമേ. കർത്താവ് എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. Oh,